സമയമാണല്ലോ. ഇപ്പോൾ നുങ്കമ്പാക്കം പ്രയർ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് ശ്രീ എബ്രഹാം വർഗീസ് അനുശോചനം രേഖപ്പെടുത്തുന്നു. Death is a message to all of us that one day we have to pass through this. Respected Achans, members of the family, dear and dear ones. I know this family ever since they moved to Brownstone apartment, then one of the top-notch apartments in the city. We used to visit them during the Christmas carol singing, and Uncle has been kind enough to support us all the way in all the activities of the Nungambakkam prayer group. And her warmth I still remember whenever we visited her. We thank God for her life and contribution to the church and the community nearby. Thank you all. ഹിൽപോക്ക് പ്രയർ ഗ്രൂപ്പിന് വേണ്ടി ഈ സമയത്ത് റീത്ത് സമർപ്പിക്കും. മദ്രാസ് മാർത്തോമ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പ്രതിനിധീകരിച്ചാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മദ്രാസ് മാർത്തോമ സിറിയൻ ചർച്ചിൻ്റെ ഒരു പാർട്ടാണല്ലോ മദ്രാസ് മാർത്തോമ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ ട്രസ്റ്റിൻ്റെ കീഴിലുള്ളതായ ആശാഭവൻ ഓൾഡ് ഏജ് ഹോം, മാർത്തോമ പബ്ലിക് സ്കൂൾ, ഈ രണ്ട് സ്ഥാപനങ്ങൾക്ക് ഈ പ്രിയ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ വളരെയധികമായ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. 2019, 2020 ആ സമയങ്ങളിൽ പ്രിയപ്പെട്ട അങ്കിളും ആൻറ്റിയും ചേർന്ന് വിളിക്കുകയും അവിടുത്തെ അമ്മമാർക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് പൈസ എല്ലാം കെട്ടുകയും ചെയ്ത് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട്. അതുകൂടാതെ ഇടവകയിൽ സജീവമായിട്ട് പ്രവർത്തന നിരതരായിരുന്നുവല്ലോ. പ്രിയപ്പെട്ട ആൻറ്റിയുടെ ജീവിതത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. മദ്രാസ് മാർത്തോമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരുള്ളതായ എല്ലാവിധമായ അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുമാറാവട്ടെ. താങ്ക് യു. ഇന്ന് ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മുടെ ഇടവകയുടെ മുൻ വികാരി ആയിരുന്ന ഡോക്ടർ കുര്യൻ തോമസ് അച്ഛൻ പങ്കെടുക്കുന്നുണ്ട്. ഈ സൂസി ആൻറ്റിയോടുള്ള സ്നേഹവും കുടുംബത്തോടുള്ള വലിയ കടപ്പാടുമാണ് അച്ഛൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സൂസി ആൻറ്റിയും വക്കി അങ്കിളും കൽക്കട്ട പാരീഷിൽ, മലേഷ്യയിലും അതുപോലെ ഇവിടെ ഈ ഇടവകയിൽ വളരെ സജീവമായ
സാന്നിധ്യമായിരുന്നു. ഞാനും പ്രിയപ്പെട്ട കുര്യൻ തോമസ് അച്ഛനും കൽക്കട്ട പാരീഷിൽ വികാരിമാരായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത നല്ല സ്നേഹം, അതും വളരെ ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിലുള്ള സ്നേഹവും കരുതലും എല്ലാവരോടും ഉണ്ടായിരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛന്മാർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇടവക അംഗങ്ങൾ, അവരുടെ ഒരു സ്നേഹവും കരുതലും ഞങ്ങൾക്ക് ഒത്തിരി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മയാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് മടങ്ങിപ്പോകേണ്ടതാണ്, എന്നാൽ ഈ ഫ്യൂണറൽ കഴിഞ്ഞിട്ട് പോകണം എന്ന് താല്പര്യപ്പെട്ടത്. ഒരു നല്ല കുടുംബം, യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതവും ദൈവം തങ്ങൾക്ക് നൽകിയതും പങ്കിട്ട ഒരു കുടുംബമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും നിത്യതയിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ട ആൻറ്റി ഹോസ്പിറ്റലിൽ ICUവിൽ ആയിരുന്ന സമയത്ത് രഞ്ജുവച്ചനും ഞാനും പോയി കണ്ട് പ്രാർത്ഥിച്ചു. പിന്നീട് മണിക്കൂറുകൾക്കകം ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുകയായിരുന്നു. വളരെ പ്രയാസമുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ദൈവം നിത്യമായ ഒരു സ്വസ്ഥതയിലേക്ക് പ്രിയ മകളെ വിളിച്ച് ചേർത്തു. ഇങ്ങനെയൊരു ഫ്യൂണറൽ അല്ലായിരുന്നു ഇന്ന് നടക്കേണ്ടത്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന പാൻഡമിക്കിൻ്റെ ഒരു പ്രതിസന്ധി അത് വളരെയാണ്. പ്രത്യേകിച്ച് പല ആളുകൾക്കും ഒന്നിച്ച് കൂടുവാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാവരുടെയും പ്രതിനിധികളായിട്ട് ഇത്രയും പേര് ഒരുമിച്ച് വന്നിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട കുടുംബത്തോട് മാർത്തോമ ഇടവകയുടെ, പ്രത്യേകിച്ച് ചെട്ട്പട്ട് മാർത്തോമ ഇടവകയുടെ അനുശോചനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഒരു അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ സാന്നിധ്യം മക്കൾക്ക് വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹമാണ് കൊച്ചുമക്കളൊക്കെ അനുഭവിക്കുന്നത്. അത് ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. പ്രത്യാശയോടുകൂടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഇടവകയുടെ റീത്ത് സമർപ്പിക്കുന്നതാണ്. We are going to start the worship, begin with the Kauma. So when we survey the seventh Kauma, I request all of you please stand up. And after the Kauma and the opening prayer, you may be sit down. And when we read the Evangelion, the Gospel portion, and again we will ask you to stand. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നല്ല മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പലംഘനം മൂലം പാപത്തിലും മരണത്തിലും അധികരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ ഏകജാതനാം പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയ മാതാവിന്റെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിയത്തിനെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടെ ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിൽ സമാധാനമുള്ള ഉറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. Please be seated now. വന്മയനായ മരിച്ചവരുടെ പ്രത്യാശയും ഒടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ നമ്പുരാന് തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ചുണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണ കണ്ട പിതാവും സകലാശ്വാസത്തിന്റെ ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്നവനായ കർത്താവേ, ദുഃഖം നിറഞ്ഞതായ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോട് അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും
ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുവിഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായ ഈ ദാസി ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ല എന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ ദാസി സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ ദാസിയുടെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായി പ്രത്യാശയ്ക്കാൻ നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ മാതാവിന്റെ മരണത്തെ വേർപാടിനെ കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി മാതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ഭക്തത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ നീ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയെങ്കിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ നീ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തു നിന്നുമുള്ള പുറപ്പാടിൽ ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായതിനെ ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരേ, നാം എവിടെയാകുമെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവകുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരേ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും കഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാറ്റുമെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കം വരാത്ത അധികാരവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിൽ നിന്നവരുടെ ശരീരം മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാരങ്ങളിൽ നിന്ന് കരയേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചുപോയവരെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകിയവനുമായ മശിഹാനം വരാന് കണ്ടദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. സകലത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും സൃഷ്ടിതാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവരും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവരും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്നും കരയേറ്റുന്നവനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനും ദയാലുവുമായ ദൈവകർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന നിന്റെ മകളുടെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്ന ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസി സമാധാന തുറമുഖത്ത് ചെന്നെത്തുകയും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പന പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധമതികളോടും കൂടെ ചേരുകയും മാലാഖമാരോടുകൂടെ ഇവൾ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസമില്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും എന്റെ മകനെ വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദം കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള ദൈവമേ, തിരുസന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കലേറിയ വീണ്ടെടുപ്പും ഉള്ളതിനാൽ അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിന് ഒത്തവണ്ണോടെയുള്ള ആ ജീവിതത്തിൽ ഞങ്ങൾ സ്തുതിപാടുകയും നിത്യസന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദ പരിപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിങ്ങൾ കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ വഴിയാത്ര ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ ദാസയും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവാനുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാനാകണമേ. ഓശോ ബബുക്കോശുബാലോമേ.
സർവശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസമല്ല മനുഷ്യന് ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവരും ഓരോന്നെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണമെല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ എഴുന്നേൽക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. തെസ്സലോനിക്കൽ 4-ാം അധ്യായത്തിൽ നിന്നും എന്നാൽ എൻ്റെ സഹോദരന്മാരെ, നിദ്രയുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർന്നിരിക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കും എങ്കിൽ ദൈവം യേശുവിനെ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ നമ്മുടെ കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മരിച്ചവർ മുമ്പേ ഉയർന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരുടെ കൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുകയാകിയാൽ ഈ വചനങ്ങളുടെ കൂടെ അന്യോന്യം ആശ്വസിപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയുടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം അരുൾ ചെയ്തു. സ്വർഗരാജ്യം തങ്ങളുടെ ദീപയഷ്ടികളെ എടുത്തു മണവാളനെ എതിരേൽക്കുന്നതിന് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. എന്നാൽ അവർ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദീപയഷ്ടികൾ എടുത്തു, എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദീപയഷ്ടികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണ എടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. ആദിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിന് പുറപ്പെടുകയെന്ന് ആർത്തുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപയഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഇതാ ഞങ്ങളുടെ ദീപയഷ്ടികൾ വിട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവേനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ടും ഞങ്ങൾക്കും നിങ്ങൾക്കും പോരായെന്ന് വരാതിരിക്കാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവേനെന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവയാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ 2ാമത്തെ ഇടത്തള്ളത്തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും
നിന്റെ സകല പരിശുദ്ധരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധമായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെക്കുറിച്ച് ചെയ്യുന്നവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോട് ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് എത്തിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ വഴിയായി കടന്നു പോകുമ്പോൾ ഉറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിലെല്ലാത്ത ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും കഴിവോടും കൂടെ എന്റെ ദേവിയോട് പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനം. സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്നിട്ട് ഇതാകുന്നു നമ്മുടെ അവസാനമെന്നീ. രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്നിട്ട് ധനവാന്മാർത്തെ ആഗ്രഹിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെന്നീ. വിദ്വാൻമാർ നമ്മുടെ വിധിയിൽ പുകഴുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെന്നീ. ജ്ഞാനികൾ നമ്മുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. അധികാരികൾ നമ്മുടെ ശക്തിയും നിഗളിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. യൗവനക്കാർ നമ്മുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതിന്
ദൈവിക സംഗീതക്കാരനായ ദാവീദിന്റെ കിന്നരങ്ങളോട് നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാറ്റി പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പ പോലെ പൂത്ത് പാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മനുഷ്യ കേൾപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതിയെന്ന് ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
கல் வச்சு போறீங்க கீழே கல் இருக்குது மேலே உள்ளே இறங்க கூடாது உள்ளே இறங்க கூடாது வரணும் வரணும் உள்ளே இறங்கக்கூடாது உள்ளே இறங்கக்கூடாது ஆண்டில் ஆண்டில் பிடிங்க ஆண்டில் ജീവിക്കുന്നു പരലോകത്ത് ജീവിക്കുന്നു ഇഹലോകത്ത് താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ
ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു യേശു ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുകയാൽ എന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം എന്നെ യേശുവത്രേ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ദിലീപേ വരാ എങ്ങനെ പോരെ അല്ല അതെ പ്രശ്നം അടുത്ത வரம்பட்டு வச்சுட்டு மண் பட்டு நைட்டில் தூக்கி எடுத்துரு கீழே வச்சு எடுத்துரு தூக்குவா சரிண்ணா அது மேலே வச்சு லாஸ்ட் வச்சுக்கலாம் அப்படி சாய் கண்டிப்பா ரெண்டு வாங்க வாங்கி புரியுது வெளியே அவுட் வச்சு மல்லி ஃபிட் அதுக்கு அது பாயிண்ட் எதுவும் கழிச்சிடும் இது கீழே அடிக்கும் இதுக்கு